എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ സങ്കടഹര ചതുർത്ഥിയാണ്. വിഘ്നേശ്വരനെ ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. നമ്മളെല്ലാ ദിവസവും വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ വിളക്ക് തെളിയിച്ച് ആദ്യം പ്രാർത്ഥിക്കുന്നത് ഗണേശനെയാണ്. കാരണം നമ്മുടെ ആ ദിവസം ഏറ്റവും ഭംഗിയായിട്ട് യാതൊരു വിഘ്നങ്ങളും ഇല്ലാണ്ട് മുന്നോട്ട് പോകാനായിട്ട് എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഭഗവാനെ പ്രാർത്ഥിച്ച് ഏത്തം ഇടാൻ പറ്റുമെങ്കിൽ ഏത്തം ഇട്ടതിന് ശേഷം മറ്റ് ഈശ്വരന്മാരൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. മറ്റ് നാമങ്ങളൊക്കെ ജപിക്കാവുന്നതാണ്. നമ്മളിൽ മിക്ക ആൾക്കാരും തടസ്സങ്ങൾ അനുഭവിക്കാത്തതായിട്ട് ആരും തന്നെ ഇല്ല, അല്ലേ? നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെറിയ തടസ്സങ്ങൾ നേരിടാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ്. ഇന്ന കാര്യത്തിൽ എന്നില്ല. ഇപ്പോൾ ചില കുട്ടികൾക്ക് പഠിക്കാൻ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു, അപ്പോൾ പഠിക്കാൻ മടിയുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിലൊന്നും ശരിയാവാണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ജോലി കാര്യത്തിൽ, വീട് സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ, വാഹന സംബന്ധം, ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളിൽ പലതരത്തിലും തടസ്സങ്ങൾ, സാമ്പത്തികമായിട്ട് തടസ്സം നേരിടുക. ഇന്ന പ്രശ്നം എന്നില്ല. നമുക്ക് എന്തിനും ഒരു ബുദ്ധിമുട്ട്, എന്തിനും ഏതിനും നമുക്ക് തൊടുന്നത് മുഴുവൻ തടസ്സം, പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. വിഘ്നേശ്വരനെ നന്നായി പ്രാർത്ഥിക്കുക. അതുമാത്രമേ നമുക്ക് ഒരു വഴിയുള്ളൂ. അപ്പോൾ നാളത്തെ ഒരു ദിവസം ഭഗവാനെ വിശേഷാൽ പ്രാർത്ഥിക്കുക. നിരവധിയായിട്ടുള്ള സ്തോത്രങ്ങൾ, സ്തുതികളൊക്കെ ഉണ്ട്. നമുക്ക് ചൊല്ലാൻ അറിയുന്നവരാണെങ്കിൽ അതൊക്കെ നമുക്ക് രാവിലെ തന്നെ അതൊക്കെ ജപിക്കാം. ഇനി അതിനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഗം ഗണപതേ നമ, ഈ ഒരു നാമമെങ്കിലും നമുക്ക് 108 തവണ ജപിക്കുക. ഇത് വലിയ സമയമൊന്നും എടുക്കില്ല ഇത് ജപിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഇത് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. നമുക്ക് വേണ്ടി വേറെ ആരും ഇത് ചെയ്യേയില്ല. നമ്മൾക്ക് വേണ്ടി നമ്മൾ തന്നെ ചെയ്താലേ കാര്യം ഉണ്ടാവുള്ളൂ, അല്ലേ? ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ അതിനെക്കുറിച്ച് വേറെ ഒന്നും ആലോചിക്കേണ്ട, ഭഗവാനെ പ്രാർത്ഥിക്കുക. നമ്മുടെ കാര്യങ്ങൾ നടക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഭഗവാനെ പ്രാർത്ഥിക്കുക. നമ്മുടെ ആണെങ്കിലും നമ്മുടെ കുട്ടികളുടെ ആണെങ്കിലും, അതുപോലെ നമ്മുടെ കുടുംബത്തിലെ മറ്റെന്ത് പ്രശ്നമാണെങ്കിലും ഭഗവാനെ പ്രാർത്ഥിച്ചോളാം. ഇനി നമുക്ക് അമ്പലത്തിൽ പോയിട്ട് തൊഴാൻ ഒക്കെ സാധിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നാളെ ഇപ്പോൾ സ്കൂളുകളോ മറ്റ് സ്ഥാപനങ്ങളോ ഒന്നും ഇല്ലാത്ത ദിവസമാണ്, ഒഴിവ് ദിവസമാണ്, തൊഴാൻ പറ്റുകയാണെങ്കിൽ വളരെ വിശേഷമാണ്. ഭഗവാനെ പോയി നേരിൽ കണ്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ അത്രയും വരില്ലല്ലോ നമ്മൾ പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അമ്പലത്തിൽ പോവുക, പ്രാർത്ഥിക്കുക. ഭഗവാൻ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുക. നമുക്ക് അവിടെ എന്താണോ നമ്മുടെയൊക്കെ അടുത്തുള്ള അമ്പലങ്ങളിൽ എന്താണോ ഉള്ളത്, ആ വഴിപാട് എന്താണെന്ന് വെച്ചാൽ നമ്മളെക്കൊണ്ട് സാധിക്കുന്ന വഴിപാട് ചെയ്യുക. ഇനി പോകാൻ പറ്റാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലിരുന്നിട്ട് നമ്മുടെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഭഗവാൻ ഭക്ഷണപ്രിയനായിട്ടുള്ള ആളാണല്ലോ, അല്ലേ? ഗണപതി ഭഗവാൻ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു നൈവേദ്യം നമുക്ക് ഭഗവാനായിട്ട് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ വിശേഷമായി. എന്തെങ്കിലും ചെറിയൊരു സാധനം, ഇനി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ശർക്കര വെച്ചെങ്കിലും ഭഗവാന് നേദിക്കുക. അതെന്തായാലും എല്ലാ വീട്ടിലും ഉണ്ടാവും. അല്ലെങ്കിൽ ഇത്തിരി കൽക്കണ്ടം, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഭഗവാനായിട്ട് ഒരു നിവേദ്യമായിട്ട് സമർപ്പിക്കുക. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളാണ്. ഇനി ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഭഗവാൻ ഇഷ്ടപ്പെട്ട അടയോ അപ്പമോ ഇതൊക്കെ ഭഗവാനായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അവിൽ കുഴച്ചതോ ഇതൊക്കെ നമുക്ക് ഭഗവാന് നേദ്യമായിട്ട് ഉണ്ടാക്കാം. അതല്ലെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു ചെറിയ കഷ്ണം ശർക്കരയോ അല്ലെങ്കിൽ കുറച്ച് കൽക്കണ്ടോ എന്തെങ്കിലും ഒന്ന് നൈവേദ്യമായിട്ട് ഭഗവാനെ വയ്ക്കുക. ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. ഇനി നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന കറുകയില്ലേ, കറുകമാല ഭഗവാന് വളരെ വിശേഷപ്പെട്ടതാണ്. ഇപ്പോൾ കറുക കിട്ടാനൊന്നും യാതൊരു പാടുമില്ല, ധാരാളമായിട്ടുണ്ടാവുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ കറുക മാല കെട്ടാൻ കഴിയുന്നവരാണെങ്കിൽ കറുകമാല കെട്ടിയിട്ട് ഭഗവാനെ സമർപ്പിക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഒരു 21 കറുക എടുത്തിട്ട് ഭഗവാന്റെ മുമ്പിൽ വയ്ക്കുക. അത് മാല പോലെ ആക്കിയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം, അതല്ലെങ്കിൽ ഒരു ചെറിയ കെട്ടായിട്ട് അങ്ങനെയും വെക്കാം. എങ്ങനെയാണോ നമുക്ക് സൗകര്യം വെച്ചാൽ അതുപോലെ ചെയ്യാം. എന്തായാലും വിശ്വാസത്തോടു കൂടി ചെയ്യണമെന്ന് മാത്രം. ഭഗവാനെ നല്ലോണം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കൂ. നമ്മുടെ എന്ത് തടസ്സവും മാറിക്കോളും. തടസ്സം മാറി എന്ന് വിചാരിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ സമാധാനം സന്തോഷമായിട്ട് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിക്കൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യണമെന്നുള്ള മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയോട് കൂടി ചെയ്തു നോക്കൂ. എന്തിനും ഒരു തടസ്സവും നമുക്കുണ്ടാവില്ല. അല്ലെങ്കിൽ അത് മാറിപ്പോവാൻ എന്തെങ്കിലും ഒരു വഴി നമ്മുടെ മുമ്പിലുണ്ടാവും. അങ്ങനെ ഒരു വഴി കണ്ടെത്താനുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും.
അപ്പോൾ ഭഗവാൻ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ബുദ്ധിയിൽ നമ്മളെ കാണിച്ചു തരുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തത് എന്ന്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് അപ്പോൾ നമുക്ക് തോന്നിക്കുന്നതും ഈശ്വരന്മാർ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വന്നോളും. നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ആ പ്രാർത്ഥനയുടെ ഫലം നമ്മളറിയാണ്ട് തന്നെ നമ്മുടെ കൂടെ വന്നോളും. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ. നിങ്ങളുടെ ഓരോ കാര്യങ്ങളും തടസ്സങ്ങളൊന്നുമില്ലാണ്ട് മുന്നോട്ട് പോട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.